ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യവും കൂടി ദൈവവചനം കേൾക്കുവാൻ കർത്താവ് ആയുസ്സും ആരോഗ്യവും നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ സമയം നിങ്ങൾ വളരെയേറെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും കൂടി ദൈവസന്നിധിയിലിരിക്കുക. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് രൂപാന്തരം തരുവാൻ നാം ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്നിരിക്കാം. നാം നാളുകളായിട്ട് ചിന്തിക്കുന്ന വിഷയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ അനുഗ്രഹം റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരണം. വിശ്വാസത്താൽ ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം നീതീകരണമാണ്. രണ്ടാമത്തത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യം, ക്രിസ്തുയേശുവിങ്കല വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. രണ്ടാമത്തെ അനുഗ്രഹം ദൈവത്തിൻ്റെ മക്കളാകാനുള്ള ആ പദവി. മൂന്നാമത്തത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം, നിത്യജീവൻ. നാലാമത്തത് രക്ഷ എന്നുള്ളതാണ്. ആ വാക്യം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യമാണ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. വിശ്വാസത്താൽ ലഭിക്കുന്ന നാലാമത്തെ അനുഗ്രഹം രക്ഷ എന്നുള്ളതാണ്. അതേ വാക്യം തന്നെ മറ്റൊരു വാക്യവും കൂടി അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് 5-ാമത്തെ കാര്യമാണ്. നമുക്ക് വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഗ്രഹമാണ് നാം ഇവിടെ വായിക്കുന്നത്. നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമുണ്ട്. വിശ്വസിച്ചാൽ മതി, നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമുണ്ട്. ഈ 3-ാം അധ്യായത്തിൻ്റെ ഈ 24-25 വാക്യങ്ങൾ അതിനെക്കുറിച്ച് മാർട്ടിൻ ലൂതർ പറയുന്നത് ഇത് വേദപുസ്തകത്തിലെ കേന്ദ്ര വിഷയം എന്നുള്ളതാണ്. വേദപുസ്തകത്തിലെ കേന്ദ്ര വിഷയമാണ് ഈ 2 വാക്യങ്ങൾ. ആ 24-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 24-25 വാക്യങ്ങളിൽ 3 വാക്കുകൾ ശ്രദ്ധേയമാണ്. ഒന്ന്, വീണ്ടെടുപ്പ്, ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം. രണ്ടാമത്തത് നീതീകരണം. മൂന്നാമത്തത് പ്രായശ്ചിത്തം. ഈ 3 വാക്കുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്നത്? അതിൻ്റെ 23-ാം വാക്യം നാം വായിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. മനുഷ്യജാതി മുഴുവൻ പാപികളായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ പാപികളായി തീർന്നു. ആദാം ഹവ്വായ്ക്കും ശേഷം മനുഷ്യജാതി മുഴുവൻ പാപത്തിനടിമപ്പെട്ടു. ആ പാപം മനുഷ്യജാതിയിൽ ഇങ്ങനെ ബാധിച്ചിരിക്കുകയാണ്.
സകലരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഈ കൊള്ളരുതാത്തവരായ നാം ഓരോരുത്തർക്കും നീതിമാന്മാരാകാൻ സാധിക്കും അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കല വീണ്ടെടുപ്പ് മൂലം. ആ ക്രിസ്തുയേശുവിങ്കല വീണ്ടെടുപ്പ് മൂലം, ആ വീണ്ടെടുപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ആര് മുമ്പോട്ട് വരുന്നു, അത് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് നീതിമാനാകാൻ സാധിക്കും. എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര കൊടിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ, വേറെ ഒന്നിനാലുമല്ല, ഒരു പ്രവൃത്തിയാലുമല്ല, ഒരു കർമ്മമാർഗത്താലുമല്ല, ആ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ, അവൻ്റെ വീണ്ടെടുപ്പാൽ നമുക്ക് എല്ലാവർക്കും നീതീകരണം ലഭിക്കും. അത് സൗജന്യമാണ്, വേറെ ഒന്നും അതിന് നാം ചെയ്യേണ്ടതില്ല. ഇവിടെ 3 കാര്യങ്ങൾ നാം ചിന്തിക്കുന്നത്. ഒന്ന് വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. ആദ്യത്തത് വീണ്ടെടുപ്പ്. എന്താണ് വീണ്ടെടുപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രനാകുക. പഴയകാലത്ത് മനുഷ്യൻ അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതുപോലെ തന്നെ പാപത്തിൻ്റെ അടിമയായി തീർന്നു മനുഷ്യജാതി മുഴുവൻ. എന്നാൽ ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു, വലിയ വില കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങി. സാധാരണ ഒരടിമയെ യജമാനൻ വാങ്ങിച്ചാൽ ആ യജമാനൻ്റെ കീഴിലേക്ക് ആ അടിമ മാറുകയാണ്. പക്ഷേ ഇവിടെ ക്രിസ്തു എന്താണ് ചെയ്തത്? ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങിയിട്ട് സ്വാതന്ത്ര്യം തന്നു. ഇനി നിൻ്റെ മേൽ പാപത്തിന് അധികാരമില്ല, യാതൊരു വ്യക്തിക്കും നിൻ്റെ മേൽ അധികാരമില്ല. നിന്നെ സ്വതന്ത്രനാക്കുകയാണ്, നിനക്ക് സ്വാതന്ത്ര്യം തരികയാണ്. ദൈവമക്കളെ, ഈ വാക്യമാണ് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, നിഷ്കളങ്ക നിർദോഷവുമുള്ള കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്. ഇത് നാം മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവിനോട് നമുക്ക് സ്നേഹം വരുന്നത്. പിന്നെ ഇതുപോലെ എന്നെ വീണ്ടെടുത്ത എൻ്റെ യേശുവിനെ ഞാൻ വേദനിപ്പിക്കില്ല. അവൻ്റെ സ്വന്തം രക്തം, ആ വിലയേറിയ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിൻ്റെ വകയായിട്ട് ജീവിക്കും. ദൈവമക്കളെ, ഇതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം നീതീകരണം. വീണ്ടെടുപ്പ്, നീതീകരണം, പ്രായശ്ചിത്തം. ദൈവീക നീതീകരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു കുറ്റവാളിയെ ഒരു കുറ്റവും ചെയ്യാത്തവനായി അംഗീകരിച്ചുകൊണ്ട് നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്. അതാണ് ദൈവീകമായ നീതീകരണം എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും കുറ്റക്കാരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും കുറ്റവാളികളായിട്ടാണ് നിൽക്കുന്നത്. സകല പാപങ്ങളും ചെയ്ത്, ആദ്യം പറഞ്ഞ പോലെ ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി, കൊള്ളരുതാത്തവരായി നാം ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. നാം ഓരോരുത്തരും ഒരു കുറ്റവും ചെയ്യാത്തവനായി സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ചുകൊണ്ട് നീതിമാനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ദൈവമക്കളെ, ഇതാണ് നീതീകരണം എന്ന് പറയുന്നത്. നാം ഇത് വിശ്വസിക്കുന്നുണ്ടോ? നാം ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഒന്നാമത്തത്, നാം ആ 24-25 വാക്യങ്ങളിൽ ഒന്നാമത് വീണ്ടെടുപ്പിനെ കുറിച്ച് ചിന്തിച്ചു, രണ്ടാമത് നീതീകരണത്തെക്കുറിച്ച് ചിന്തിച്ചു, മൂന്നാമത്തത് പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്, പാപത്തിന്മേലുള്ള പ്രായശ്ചിത്തം. എന്താണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്? ചെയ്ത കുറ്റത്തിന് അഥവാ പാപത്തിന് അത് നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി, അതിൽ നിന്ന് പരിഹാരം കിട്ടുന്നതിന് വേണ്ടി, അതിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ ആണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. പരിഹാരക്രിയ എന്ന് പറയും, അല്ലെങ്കിൽ പ്രതിശാന്തി എന്ന് പറയും ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഈ പ്രായശ്ചിത്തം എന്നുള്ള വാക്ക്
ലേവ്യ പുസ്തകത്തിൽ അനേകം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 45 തവണ ലേവ്യ പുസ്തകത്തിൽ പ്രായശ്ചിത്തം എന്നുള്ള വാക്ക് നമുക്ക് വായിക്കാൻ സാധിക്കും. ലേവ്യ പുസ്തകം നമുക്കറിയാം, വേദപുസ്തകത്തിലെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിലെ 3-ാമത്തെ പുസ്തകമാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്നത്. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് അവിടെ കാണുന്നത്, വീണുപോയ മനുഷ്യനെ. എന്നാൽ വീണുപോയ മനുഷ്യനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പ്രസ്താവിക്കുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടെടുപ്പ് അനുഭവിക്കുന്ന മനുഷ്യനെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. പുറപ്പാട് പുസ്തകം 2-ാമത്തെ പുസ്തകമാണ്, പഞ്ചഗ്രന്ഥങ്ങളിലെ 2-ാമത്തെ പുസ്തകം. ഇതാ ഇങ്ങനെ വീണ്ടെടുപ്പ് അനുഭവിക്കുന്ന മനുഷ്യൻ ഈ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവീകമായ ആരാധനയും അനുസരണവും വിശുദ്ധിയും അനുഭവിക്കുവാൻ വേണ്ടിയാണ് ലേവ്യ പുസ്തകം എഴുതിയിരിക്കുന്നത്. ദൈവമക്കളെ, ഇങ്ങനെ അടുത്ത പുസ്തകം പഞ്ചഗ്രന്ഥങ്ങളിലെ 4-ാമത്തെ പുസ്തകം സംഖ്യാപുസ്തകം, 5-ാമത്തെ പുസ്തകം ആവർത്തന പുസ്തകം. ഈ ലേവ്യ പുസ്തകത്തിൽ അനേകം സന്ദർഭങ്ങളിൽ ഈ പ്രായശ്ചിത്തത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ യാഗങ്ങളുടെ ഒരു പരമ്പരയാണ് നാം കാണുന്നത്. 1 ഹോമയാഗം, 2-ാമത്തത് ഭോജനയാഗം, 3-ാമത്തത് സമാധാനയാഗം, 4-ാമത്തത് പാപയാഗം, 5-ാമത്തത് അകൃത്യയാഗം. ഇങ്ങനെ യാഗങ്ങളുടെ ഒരു നീണ്ട പട്ടിക നമ്മൾ കാണുന്നുണ്ട്. ഈ യാഗങ്ങളെല്ലാം മനുഷ്യൻ്റെ പാപത്തിനും മനുഷ്യൻ്റെ ശുദ്ധീകരണത്തിനും മനുഷ്യൻ്റെ നന്മയ്ക്കും വേണ്ടി അത് പുരോഹിതന് അർപ്പിക്കുന്നു. ഈ ലേവ്യ പുസ്തകത്തിൽ 2 വാക്യങ്ങൾ നാം പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. താക്കോൽ വാക്യങ്ങളാണ്. 1-ാമത്തത് 19-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ. നിത്യനായ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. 2-ാമത്തെ വാക്യം എന്ന് പറയുന്നത് 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. രക്തമല്ലോ ജീവൻ മൂലം പ്രായശ്ചിത്തമാകുന്നത്. രക്തം ചിന്തിയാലേ പ്രായശ്ചിത്തമാകുകയുള്ളൂ. ആ രക്തം യാഗത്തിനായിട്ട് എടുക്കുന്നത് കാള, ആട് അല്ലെങ്കിൽ പ്രാവ്, ഇങ്ങനെയുള്ള വസ്തുക്കളെയാണ് യാഗത്തിനായിട്ട് എടുക്കുന്നത്. ഇതിനെ യാഗമർപ്പിച്ചിട്ട് ഇതിൽ കൂടി ഈ രക്തം പുരട്ടിയാണ് ശുദ്ധീകരണം നടത്തുന്നത്, മനുഷ്യൻ്റെ പാപത്തിനും ശുദ്ധീകരണത്തിനും എല്ലാം. ഇതൊക്കെ പഴയ നിയമത്തിൽ ഇങ്ങനെ സംഭവിച്ചു. എന്നാൽ ഈ പഴയ നിയമത്തിലെ ഈ യാഗങ്ങൾ കൊണ്ടൊന്നും പാപത്തിന് പരിഹാരമായി തീരുന്നില്ല. ഈ യാഗമെല്ലാം അപൂർണതയിലേക്ക് മാറുന്നു. യാഗം പര്യാപ്തമല്ല, പാപത്തിൻ്റെ പരിഹാരത്തിന് പര്യാപ്തമായി മാറുന്നില്ല. എന്തുകൊണ്ട്? അതിലെല്ലാം അപൂർണത നിലനിൽക്കുന്നു. ഇത് പഴയ നിയമത്തിലെ യാഗങ്ങൾ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഒരു യാഗം കാണുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ യാഗം. ആ ക്രിസ്തുവിൻ്റെ യാഗമാണ് യഥാർത്ഥ യാഗം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പാപം ചെയ്യുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും യാഗമർപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ നാം കാണുന്നത് അങ്ങനെയാണ്. പാപം ചെയ്ത മനുഷ്യൻ വീണ്ടും വീണ്ടും യാഗമർപ്പിക്കുന്നു. അതിൽ അപാകതയുണ്ട്, അതിൽ അപൂർണതയുണ്ട്, അത് അപര്യാപ്തമായി മാറുന്നു. എന്നാൽ പാപമില്ലാത്ത ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ദൈവമക്കളെ, പാപമില്ലാത്ത ക്രിസ്തുവിൻ്റെ യാഗമാണ്, പരിശുദ്ധൻ്റെ യാഗമാണ് പാപത്തിന് പരിഹാരമായി തീരുകയുള്ളൂ. ഇവിടെ അപ്പോസ്തലനിൽ കൂടി പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവമക്കളെ, അവനിലേക്ക് നോക്കുക. അവൻ്റെ രക്തമാണ് പാവനമായ രക്തം. അവൻ്റെ രക്തമാണ് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നത്. അവൻ്റെ രക്തമാണ് സകലരുടെയും പാപത്തിന് പരിഹാരമായി തീരുന്നത്. യേശുവിൻ്റെ രക്തം
സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. ദൈവമക്കളെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രമേ പാപത്തിന് പരിഹാരമുള്ളൂ. പാപത്തിന് പ്രായശ്ചിത്തം അതേ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ലഭിക്കുന്നത് വിശ്വാസത്തിൽ കൂടി മാത്രമാണ്. അത് വിശ്വസിക്കുന്നുവോ, ആ വിശ്വാസത്തിലൂടെ അവൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം കിട്ടുന്നു. അതാണ് ആത്മീയമായി കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നു. യേശുക്രിസ്തു ഒരിക്കലായിട്ട് ദൈവസന്നിധിയിൽ പ്രവേശിച്ചു. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ വീണ്ടെടുപ്പ് സാധിച്ചു. എന്നാൽ യേശുക്രിസ്തുവോ എന്നേക്കുമായോ ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. മഹാപുരോഹിതൻ മൃഗങ്ങളുടെ രക്തം കൊണ്ട് യാഗമർപ്പിച്ചു. എന്നാൽ യേശുക്രിസ്തുവോ സ്വന്തം രക്തത്താൽ യാഗമർപ്പിച്ചു. മഹാപുരോഹിതൻ്റെ യാഗം കൊണ്ട് ജഡീക ശുദ്ധി മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ മനസാക്ഷി തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നു, പൂർണ്ണമായും ശുദ്ധീകരണം തരുന്നു. ഇത് നാം വായിക്കുന്നത് 9-ാം അധ്യായത്തിൻ്റെ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നേക്കുമായോ ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. 2000 വർഷങ്ങൾക്ക് ശേഷം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും നമ്മെയും വീണ്ടെടുത്തു. ഇനിയൊരു വീണ്ടെടുപ്പിൻ്റെ ആവശ്യമില്ല. യേശുക്രിസ്തു എന്നേക്കുമായോ ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നു. ക്രിസ്തുവിൻ്റെ യാഗത്താൽ, സ്വന്തം യാഗത്താൽ നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നു. അത് നാം വിശ്വസിച്ചാൽ മതി. 13-ാം വാക്യം, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുമേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനെ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. എത്രയധികം ശുദ്ധീകരിക്കും. യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ എന്നേക്കുമായോ ഒരു വീണ്ടെടുപ്പ്. യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുന്നു. മനസാക്ഷിയെയും നിർജീവ പ്രവൃത്തികളെയും നീക്കി നമ്മെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം. 25-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ, പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. ദൈവമക്കളെ, ഓരോന്നോരോന്നായി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉത്തേജനവും ഉന്മേഷവും നൽകുന്ന വചനമാണ്, നമുക്ക് പ്രത്യാശ തരുന്ന വചനമാണ്. ഇനി നമ്മുടെ പാപത്തെ ഓർത്ത് നാം വ്യസനിക്കേണ്ട ആവശ്യമല്ല. ഇങ്ങനെ പാപം വന്നുപോയല്ലോ എന്ന് ഓർത്ത് നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നാം തലകുമ്പിട്ടിരിക്കേണ്ട ആവശ്യമില്ല. എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര ഘോര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും നീ നിരാശപ്പെടേണ്ട മകനെ, മകളെ. നീ ക്രിസ്തുവിലേക്ക് നോക്കുക, ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. എന്നേക്കുമായ ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്ന ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അതിന് നീ ഒരു പുണ്യസ്ഥലം സന്ദർശിച്ച് പോകണ്ട, ഒരു പ്രത്യേക സ്ഥലത്ത് പോകേണ്ടതില്ല, ആരുടെയും അടുക്കൽ പോകണ്ട, ആരുടെയും അടുക്കൽ പോയി കൗൺസിലിംഗ് നടത്തേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു, പരസ്യമായി നിർത്തിയിരിക്കുന്നു.
അവനെ ഉയർത്തിയിരിക്കുന്നു. അവനെ എല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം, എല്ലാവർക്കും കണ്ട് വിശ്വസിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. നീ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ, നീ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ, നിൻ്റെ രോഗക്കിടക്കയിലാണെങ്കിൽ, നിൻ്റെ ആശുപത്രി കിടക്കയിലാണെങ്കിൽ, നീ അവശനിലയിലാണെങ്കിൽ, നീ രോഗാവസ്ഥയിലാണെങ്കിൽ, മകനെ മകളെ, ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് കാണാൻ തക്കവണ്ണം ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആ ക്രിസ്തുവിലേക്ക് നോക്കുക. എനിക്ക് വേണ്ടി എന്നേക്കുമായോ ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ച് തന്ന യേശുവേ, ഇതാ ശത്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയ എൻ്റെ യേശുവേ, ഞാൻ നിന്നിലേക്ക് നോക്കുകയാണ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ്. എൻ്റെ മനസാക്ഷിയെയും നിർജീവ പ്രവൃത്തികളെയും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്ന മഹാപുരോഹിത, ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കർത്താവേ. ഇതാ എന്നേക്കുമായൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്ന് എന്നെ ശുദ്ധീകരിച്ച എൻ്റെ യേശുവേ, പാപപരിഹാരം വരുത്തി തന്ന ഈ മഹാപുരോഹിതൻ്റെ അടുക്കൽ ഞാൻ മുട്ടുകുത്തുകയാണ്. ആ മഹാപുരോഹിതൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുകയാണ്. എന്നോടൊന്ന് മനസ്സലിയണമേ, എന്നോടൊന്ന് കരുണ തോന്നണമേ. ദൈവമക്കളെ, ഈ മഹാപുരോഹിതൻ ആരാണ്? നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? ഹല്ലേലൂയ! ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. ഹല്ലേലൂയ! അവൻ്റെ യാഗമാണ് പാപപരിഹാരം വരുത്തുന്നത്. ദൈവമക്കളെ, പ്രായശ്ചിത്ത ബലി, ഹല്ലേലൂയ, ആ മഹാപുരോഹിതൻ്റെ രക്തമാണ്. ഹല്ലേലൂയ! ദൈവമക്കളെ, പാപത്തിൽ നിന്നും, അഴുക്കിൽ നിന്നും, അധർമ്മത്തിൽ നിന്നും മോചനം തരുന്നത്, ഹല്ലേലൂയ, നമ്മെ ശുദ്ധീകരിക്കുന്നത്, പാപത്തിൽ നിന്നുള്ള പ്രായശ്ചിത്തം നൽകുന്നത് ആ പുണ്യവാൻ രക്തമാണ്. ഹല്ലേലൂയ! ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ എത്ര പേര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്? ഈ മഹാപുരോഹിതൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ആര് കടന്നു വരുന്നുണ്ട്? എൻ്റെ യേശുവേ, ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ തലമേൽ നിൻ്റെ ആണിപ്പഴുള്ള കരം വെക്കണമേ കർത്താവേ. എൻ്റെ പാപത്തിന് പ്രായശ്ചിത്ത ബലിയായി തീർന്ന എൻ്റെ യേശുവേ, ഞാൻ നിന്നിലേക്ക് നോക്കുന്നു. ഞാനൊരു കൂട്ടായ്മയിലേക്ക് നോക്കുന്നില്ല, ഒരു വ്യക്തികളിലേക്ക് നോക്കുന്നില്ല. എൻ്റെ കർത്താവേ, എന്നെ രക്ഷിപ്പാൻ കഴിയുന്നത് യേശുവേ നിൻ്റെ ആ നിർമ്മലമായ രക്തമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ! പാളയത്തിൻ്റെ നടുവിൽ അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി. എന്തിനു വേണ്ടി? ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി. നിങ്ങളൊരു ക്രിയയും ചെയ്യണ്ട, നിങ്ങളൊരു കർമ്മമാർഗം ചെയ്യണ്ട. നിങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു, നിങ്ങളുടെ ചലനമറ്റ് കിടക്കുന്നു, നിങ്ങൾ മരിക്കുവാൻ ഏറെ സമയം ഇല്ല. ഇതാ മരണത്തോട് നിങ്ങൾ മല്ലുപിടിച്ച് കിടക്കുകയാണ്. ഈ മരണത്തിന്, ഈ അന്ത്യസമയത്ത്, ഈ അവസാന നിമിഷം നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ പാളയത്തിൻ്റെ മധ്യത്തിൽ ഒരു അഗ്നിസർപ്പം, ഒരു പിച്ചള സർപ്പത്തെ തൂക്കിയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് നിത്യനായ ദൈവത്തിൻ്റെ വചനമാണ്, ഞാൻ പറഞ്ഞ വചനമല്ല. മോശ പാളയത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. ജനം നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു. ദൈവമക്കളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ പാളയത്തിൽ നടന്ന സംഭവമാണ്. അത് ഇന്നും ആവർത്തിക്കുകയാണ്. ഹല്ലേലൂയ! ഇന്നും ആ ക്രിസ്തു പരസ്യമായി തൂങ്ങിക്കിടക്കുന്നു, ആ കുരിശിൽ കിടക്കുന്നു. ഹല്ലേലൂയ! നമ്മുടെ രക്ഷകൻ, ഹല്ലേലൂയ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ഹല്ലേലൂയ, അവനിതാ നമുക്ക് കാണാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറന്ന് നോക്കിയാൽ ആ ക്രിസ്തുവിനെ കാണാം. ഹല്ലേലൂയ! ആ തുറന്ന മാർവ്, ആണിപ്പഴുള്ള കരങ്ങളിലേക്കും കാലുകളിലേക്കും, ഹല്ലേലൂയ, നിങ്ങൾ നോക്കുക. ആ ക്രിസ്തുവിലേക്ക് നോക്കുക. കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിലേക്ക് മാത്രം നോക്കുക.
വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. ആ യേശുവിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ട്, നിങ്ങൾക്ക് പാപമോചനമുണ്ട്, നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ആയിരിക്കുന്ന ഇരിപ്പിൽ നമുക്ക് മുട്ടുമടക്കാം, നമുക്ക് ക്രിസ്തുവിലേക്ക് നോക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, തന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ, ഞങ്ങൾക്ക് വേണ്ടി പാപത്തിന് പ്രായശ്ചിത്തമായി കർത്താവേ, ഹല്ലേലൂയ, നിന്റെ തിരുരക്തം ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നല്ലോ. ആ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നല്ലോ കർത്താവേ. പ്രതികാരത്തിന് വാഞ്ചിക്കാത്ത ആ രക്തം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടല്ലോ. ആ രക്തത്തിലേക്ക് ഞങ്ങൾ നോക്കട്ടെ കർത്താവേ. ആ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ആ ക്രൂശിൽ നിന്ന് ഒഴുകിയ ആ പുണ്യാക രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് രക്ഷ അതേ ഉള്ളു കർത്താവേ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ അതേ ഉള്ളു കർത്താവേ. ആ കുരിശിലേക്ക് ഞങ്ങൾ നോക്കുന്നു. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ ക്രിസ്തുവിലേക്ക് നോക്കുന്നു. ആ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ എല്ലാ അവയവങ്ങളെയും അവിടുത്തെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ, നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.